സോ ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു ദ മാർവൽ ടെക്. പിന്നെ നമ്മൾ വീഡിയോകൾ വന്നപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ടോട്ടലി ഞാൻ സംസാരിക്കുന്ന സൗണ്ടിന് നിങ്ങൾക്ക് ചെറിയൊരു ഇഷ്യൂ തോന്നും. കാര്യം ഞാൻ എൻ്റെ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നോർമലി മൊബൈലിൻ്റെ മൈക്കിൽ തന്നെയാണ് എൻ്റെ വോയിസ് കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം ബെറ്ററാണ്, എത്രത്തോളം ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ലോ എൻഡ് ഡിവൈസിലൊക്കെ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ. കാര്യം ഈ എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു പി സി ലോ എൻഡ് ഡിവൈസിലായിട്ടുള്ളൊരു പി സിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പി സിയിൽ ഈ ഗ്രാഫിക്സ് കാർഡ് ഞാൻ 2 GB അസ്യൂസിൻ്റെ ഒരു ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇരുന്നിട്ടാണ്. പക്ഷേ പല കാരണങ്ങൾക്കാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അസ്യൂസിൻ്റെ 610 എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു പി സിയിൽ എത്രത്തോളം ബെറ്ററാണ്, അല്ലെങ്കിൽ ഈ ഒരു പി സിയിൽ എത്രത്തോളം ഗെയിംസ് ലോഡ് ആവുന്നുണ്ട്, ഏതൊക്കെ ഗെയിംസ് റൺ ആവുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനലായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിനെ വിളിച്ചാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ടെക്നോളജി പരമായും വീഡിയോയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീട്ടിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു പി സിയുടെ സ്പെക്കും കാര്യങ്ങളും എന്തായാലും ഇതിനകത്തുള്ള സ്പെക്ക് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോട് ഞാൻ പറയാം. കാര്യം ഈ പി സിക്ക് വരുന്ന പ്രൊസസ്സർ എന്ന് വെച്ചാൽ ഇൻറ്റൽ ഡ്യുവൽ കോർ എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഈ ഒരു പി സിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇൻറ്റേർണലായിട്ട് നമ്മൾ എത്ര മെമ്മറി ഉണ്ടെന്ന് വെച്ചാൽ 500 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. അതിൽ 6 GB റാമും ഈ ഒരു പി സിയിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പി സിക്ക് അത് നമ്മൾ ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തു എന്നൊരു കാര്യം മാത്രമേ ഈ ഒരു പി സിയിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം റാം ഒന്ന് ഇൻക്രീസ് ചെയ്തു. കാര്യം 2 GB റാമിൽ കിടന്നത് നമ്മളൊന്ന് നേരെ അപ്ഗ്രേഡ് ചെയ്ത് 6 GB റാമിലോട്ടൊന്ന് ആക്കിയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ പി സിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്യാബിനറ്റ് ഡിസൈനൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ക്യാബിനറ്റ് എന്താണ് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു ക്യാബിനറ്റ് ഒരിക്കലും ഓൺലൈൻ വഴി അങ്ങനെയൊന്നും പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല. കാരണം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മെയ്ഡ് ചെയ്തതേ ഉള്ളൂ. കാരണം ഫ്രണ്ട് വശം അങ്ങനെയൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് നമുക്ക് തോന്നിയപ്പോൾ ചുമ്മാ ആ ഫ്രണ്ട് വശം ഒന്ന് താഴെ വീണ് പൊട്ടിയപ്പം അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ മെയ്ഡ് ചെയ്തിരുന്നു. വെച്ചാൽ ഞാൻ ഈ ഫ്രണ്ടിലത്തെ അടപ്പ് ഊരി എടുത്തതായിരുന്നു. ഊരി എടുത്തിട്ട് ആ USB പോർട്ടിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഊരി എടുത്തതാണ്. ഇപ്പോൾ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴെ പോയി, അങ്ങനെ വീണിട്ട് ആ ഒരു ഫ്രണ്ടിലത്തെ അടപ്പ് മാത്രം ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ആ ഒരു ശേഷം ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ അടപ്പ് പിന്നെ ഫെവിക്യൂളൊക്കെ വെച്ച് സൈഡൊക്കെ ഒന്ന് പിടിച്ചിട്ട് കട്ട് ചെയ്ത് അതിനായിട്ട് ഇങ്ങനെ 2 ഡിസൈൻ ചെയ്ത് ഫ്രണ്ടിലൊരു ഫാൻ കൊടുത്തതേ ഉള്ളൂ. അവിടെ ആ ഒരു ചേഞ്ചസ് വരുത്തി ആ ഫാനിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ SMBSനകത്തോട്ട് കണക്ട് ചെയ്ത് പവർ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഒരു ചേഞ്ച് വരുത്തിയ ഒരു ക്യാബിനറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ക്യാബിനറ്റിന് വലിയ കാര്യങ്ങളും മോഡൽസും അല്ലെങ്കിൽ വലിയൊരു ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമലി നമ്മളത് പെട്ടെന്നൊരു ശ്രദ്ധയിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഡാർക്ക്നെസ് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ ഡാർക്ക് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഇല്ലാതെ, ഇപ്പോൾ ഈ ഒരു കാണുന്ന ലൈറ്റ് ഇല്ലാതെ നോർമലി ആ പി സി മാത്രമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു CPU മാത്രമായിട്ട് കാണുവാണെങ്കിൽ ഒരു ഗെയിമിംഗ് CPU ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഗെയിമിംഗ് CPU എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത്രയും സ്പെക്കും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷേ ഈ ഒരു പെൻറ്റിയം ഡ്യുവൽ കോറിനകത്ത് ഞാൻ റാമും ഗ്രാഫിക്സ് കാർഡും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയർ പ്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിംസ് അത്യാവശ്യം നല്ല ഗെയിംസൊക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നോർമലി നമുക്ക് ഗെയിംസൊക്കെ കളിക്കാം, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ OBS ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധിക്കില്ല. കാര്യം OBS ഇട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഒരു ഫ്രെയിം ഡ്രോപ്പ് അല്ലെങ്കിൽ FPS ഡ്രോപ്പ് ഉണ്ടാവാതെ തന്നെ വീഡിയോസ് കിട്ടും. പക്ഷേ FPS ഡ്രോപ്പ് ഗെയിമിൽ കാണത്തില്ലായിരിക്കും, പക്ഷേ വീഡിയോയുടെ ഔട്ട്പുട്ടിൽ വരുന്നത് FPS ഡ്രോപ്പ് ആയിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ഇതിനകത്ത് പല ഗെയിംസ് അല്ലെങ്കിൽ ടോം റൈഡർ എന്ന് പറഞ്ഞൊരു ഗെയിംസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാര്യം അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ് അപ്ലോഡ് ചെയ്തതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ എടുത്തിരിക്കുന്ന റെക്കോർഡിങ്ങിൽ FPS ഡ്രോപ്പ് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ അങ്ങനെ കയറി വരുന്ന രീതി മാത്രമേ കാണത്തുള്ളൂ, അല്ല ഒരു സ്മൂത്ത്നെസ് ഒരു വീഡിയോ പോകുന്ന പോലെ തന്നെ. അപ്പോൾ സോ കേസ് ഞാനിവിടെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഒരു റെക്കോർഡ് പോലെ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതാണ് നമ്മുടെ NVIDIയുടെ കൺട്രോൾ പാനൽ. എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ NVIDIA എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് ടൂൾ അല്ലെങ്കിൽ NVIDIA കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞൊരു ടൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതെന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഫുൾ കൺട്രോൾസ് അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് നോർമലി ഗ്രാഫിക്സ് കാർഡ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫുൾ പെർഫോമൻസ് ഗെയിം ആസ്വദിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നോർമലി നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം
MPD കൺട്രോൾ, അതിൻ്റെ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞ ആപ്പും സോഫ്റ്റ്വെയറും കൂടെ കാണും, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നോർമലി ഞാനിവിടെ ഇപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ഇതല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സ്റ്റോറേജിനകത്ത് വരുന്ന വ്യൂ റേറ്റ് ഫോർ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ റേറ്റ് ഫോർ ഗെയിം ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടഡ് ആവുന്ന ഒരു ഗെയിംസും അല്ല ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഒരു കംഫോർട്ട് ലെവലിലുള്ള ഗെയിംസിനെ പറ്റിയൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ പോലുള്ളൊരു ഇതാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെയിംസ് നെയിമും അതുപോലെ തന്നെ 3D വേർഷൻസ്, 3D കമ്പാറ്റബിൾ മോഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാണ്. ഇതെന്താ അങ്ങനെ തിരിച്ചിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അപ്പം നമ്മളത് എടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും, നല്ല രീതിയിൽ കളിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണെന്ന് വെച്ചാൽ അത്യാവശ്യം. ഗുഡ് എന്ന് പറഞ്ഞാലും അതുപോലെയൊക്കെ തന്നെയാണ്, ഫെയർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. എക്സലൻ്റ് എന്ന് കിടക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ഗെയിംസ് സപ്പോർട്ടാവും, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എക്സലൻ്റ് എന്ന് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് നോട്ട് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നോട്ട് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഗെയിംസ് ഒന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാൽ ചിലപ്പോൾ കളിക്കാൻ പറ്റില്ല. കാര്യം നോർമലി നമ്മൾ ആ ഗെയിം ഇടുമ്പോൾ തന്നെ ലോഡായി വരത്തില്ല. ലോഡായി വന്നാൽ പോലും നമ്മൾ ഗെയിമിലോട്ട് കയറുമ്പോൾ സ്റ്റക്കായി ആ രീതിയിൽ ഗെയിം മൂവ്മെൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നോട്ട് റെക്കമെൻഡഡ് എന്നുള്ളതൊന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഏകദേശം ഇതിനകത്ത് ഗുഡ്, ഫെയർ, എക്സലൻറ്റ് ഈ 3 ഓപ്ഷൻസ് കാണിച്ചിരിക്കുന്ന ഗെയിംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ എക്സലൻറ്റും ഫെയർ ഈ 2 ഓപ്ഷനിൽ കിടക്കുന്ന ഗെയിംസ്, അല്ലെങ്കിൽ ഗുഡ് എന്ന് കിടക്കുന്ന ഓപ്ഷനിൽ കിടക്കുന്ന ഗെയിംസിനേക്കാൾ ബെറ്ററാണ് എക്സലൻ്റ് എടുക്കുന്നത്. ഫെയറിനേക്കാളും ഗുഡിനേക്കാളും ഏറ്റവും ബെറ്ററാണ് എക്സലൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കിടക്കുന്ന ഗെയിംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര യൂസ് ചെയ്താലും അല്ലെങ്കിൽ ആ ഒരു ഗെയിംസ് കളിച്ചാൽ പോലും നിങ്ങളുടെ PC നല്ല രീതിയിലുള്ള ഒരു ലാഗ്നെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റക്നെസ്സോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്തിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ PC-യുടെ പെർഫോമൻസ് ഒക്കെ കിട്ടും. ആ ഒരു ഗ്രാഫിക്സ് കാർഡിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ എക്സലൻ്റ് എന്നുള്ള ഗെയിംസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 3D വേർഷൻ റെഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏലിയൻസ് വേഴ്സസ് എന്ന് പറഞ്ഞ ഗെയിംസിൻ്റെ 3D വേർഷൻ ഈ ഇടയ്ക്കായിരിക്കും ചിലപ്പം ഒരു പക്ഷേ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബെറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നത് 3D സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് കാണാം. 3D സെറ്റിങ്സിനകത്ത് അഡ്ജസ്റ്റ് ഇമേജ് സെറ്റിങ്സ് വിത്ത് വ്യൂ പ്രിവ്യൂ എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്. നമ്മൾ ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ലോഡാവും. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പെർഫോമൻസ് ക്വാളിറ്റി. അപ്പം നിങ്ങൾ ഇതിൽ ഏതാ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ യൂസ് ദ അഡ്വാൻസ്ഡ് 3D ഇമേജ് സെറ്റിങ്സ്. ഇത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ യൂസ് മൈ പെർഫോമൻസ് ഇമേജ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇച്ചിരി ക്വാളിറ്റിയിലുള്ള ഒരു രീതിയിലുള്ള ഇത് കിട്ടും. നമ്മൾ പ്രിവ്യൂവിന് ചിലപ്പം വ്യത്യാസം കാണും. ഇപ്പോൾ ഈ ഒരു പ്രിവ്യൂ കണ്ടോ, ഇത് അതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ ഇട്ടാണ് പ്രിവ്യൂ. അപ്പം ഞാനതൊരു ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ആ പ്രിവ്യൂവിനകത്തൊരു ലൈൻസ് വന്നിരിക്കുന്നതാണ്. കാര്യം നമ്മുടെ ഇവിടെ കണ്ടോ പെർഫോമൻസിനകത്ത് വന്നിരിക്കുന്ന ലൈൻ പോലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ലൈൻ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. പക്ഷേ അത് ഞാൻ ഇവിടെ നിന്ന് ക്വാളിറ്റിയിൽ നിന്ന് മാറ്റിയിട്ട് പെർഫോമൻസ് മോഡാക്കുവാണെങ്കിൽ കട്ടിക്കുള്ളൊരു ലൈനായിട്ടായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ എന്തുവാ സാച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു സ്മൂത്തായിട്ടുള്ള ഇമേജ് ആയിരിക്കത്തില്ല. അവിടെ ഒരു പിക്സൽസ് ഒക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന സാധിക്കുന്ന രീതിയിലുള്ള ഇമേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി തന്നെ യൂസ് ചെയ്ത ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്ത അഡ്വാൻസ് 3D സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ താഴെ പെർഫോമൻസ് ആക്കിയിട്ട് കൊണ്ട് തന്നെ അവിടെ ചേഞ്ച് വരത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ക്വാളിറ്റിയിലാക്കി കൊടുത്തേക്കോ, അതായിരിക്കും ഇച്ചിരി ബെറ്റർ. പിന്നെ ഇവിടെ അപ്ലൈ ഓപ്ഷൻ ഉണ്ട്, നമ്മളത് അപ്ലൈ കൊടുക്കണം. അപ്ലൈ കൊടുത്താലേ അത് അപ്ലൈ ആവത്തുള്ളൂ. കാര്യം അല്ലാതെ നിങ്ങളത് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാതിരുന്നാൽ ഒരിക്കലും നിങ്ങളുടെ ഔട്ട്പുട്ടിൽ അത് അപ്ലൈ ആയി വരത്തില്ല. ഇനി അതിന് ശേഷം മാനേജ് 3D സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനാണ് മാനേജ് 3D സെറ്റിങ്സ്. പലരും ചെയ്തിട്ടില്ല, ചിലവർ ചെയ്ത് ഈ ഒരു സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് വരുന്നത്. കാര്യം നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തു, നേരെ കൊണ്ടുവന്ന് കൺട്രോൾ പാനൽ കൺട്രോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു, ഗെയിം സ്റ്റാർട്ട് ചെയ്യൂല. കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് കുറേ സെറ്റിങ്സ് ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് വരുത്തുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കണ്ടോ മിനിമം പ്രീ റെൻഡറിങ് ഫ്രെയിംസ് എന്ന് പറഞ്ഞത് യൂസ് 3D ആപ്ലിക്കേഷൻ സെറ്റിങ്സ് ഇതിന് കൊടുത്തിരിക്കുമോ. ഓപ്പൺ GL റെൻഡറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് GeForceൻ്റെ gt610 അതായത് ഗ്രാഫിക്സ് കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വരുന്നത് ഒന്നിങ്ങനെ ഓട്ടോ സെലക്റ്റും ഒന്ന് ഗ്രാഫിക്സ് കാർഡിൻ്റെ ഇത്. അത് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഇവിടെ പ്രീമിയം അല്ലെങ്കിൽ പവർ മാനേജ്മെൻറ്റ് മോഡ് വരുമ്പം അത് നമ്മൾ ഒപ്റ്റിക്കൽ പവർ കൊടുക്കാതെ അതിൻ്റെ മാക്സിമം പെർഫോമൻസ് തന്നെ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഇവിടെ കണ്ടോ ക്വാളിറ്റി, ടെക്സ്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടോ, അത് നമ്മളിവിടെ വരുമ്പോൾ ഹൈ പെർഫോമൻസ് തന്നെ കൊടുത്തിരിക്കുക. ഹൈ ക്വാളിറ്റിയേക്കാൾ നല്ലത് ഹൈ പെർഫോമൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ്. അങ്ങനെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ ചേഞ്ച് വരുത്തണം. കണ്ടോ, ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ചേഞ്ച് വരുത്തണം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയ ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് അപ്ലൈ ഓപ്ഷൻ വരും. അത് അപ്ലൈ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിങ്സ് അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ സെറ്റിങ്സ് ഫിസിക്സ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ സെലക്ട് ഫിസിക്സ് കോൺഫിഗറേഷനകത്ത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിടക്കുന്നത് CPU ആയിരിക്കും. അത് മാറ്റി ഗ്രാഫിക്സ് gt610 കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ 610 കൊടുത്ത ശേഷം ഇവിടെ അപ്ലൈ ഓപ്ഷൻ വരും. അപ്ലൈ എടുക്കുക. അത് നമ്മൾ നേരെ അപ്ലൈ ആയിട്ട് ആ ഒരു സെറ്റിങ്സിലോട്ട് കൺവേർട്ട് ആയിക്കോളും. ഇപ്പോൾ ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവിടെ അത് ചേഞ്ച് ആവാത്തത്. പിന്നെ ചേഞ്ച് റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സെക്കൻഡ് സ്ക്രീനിൻ്റെ പ്രിവ്യൂ എപ്പോഴും നമ്മൾ വെച്ചിരിക്കുന്നത് പോർട്രേറ്റ് അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിലാണ് സെക്കൻഡ് സ്ക്രീൻ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്ക്രീൻ വെച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് മോഡലാണ്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡലിൽ കിടക്കുന്നത് നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ഈ സെറ്റിങ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ ഈ സെറ്റിങ്സിനകത്ത് അല്ലെങ്കിൽ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ റൊട്ടേഷൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ നിങ്ങൾ. റൊട്ടേഷൻ ഡിസ്പ്ലേയിൽ എടുക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അത് ഏത് ടൈപ്പിലോട്ട് റൊട്ടേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ആ ടൈപ്പിലോട്ട് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ച് സെക്കൻഡ് സ്ക്രീൻ റൊട്ടേഷനായി കിട്ടും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പ് കളർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇപ്പോൾ കാണുന്ന കളർ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തില്ല. കാര്യം ഓൾറെഡി ആ ഒരു ഗ്രാഫിക്സ് കാർഡ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കളറിങ് നല്ല രീതിയിലുള്ളൊരു കളറാണ്. അല്ലാതെ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് ഏത് കളർ സെൻസിറ്റിവിറ്റി വേണോ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വ്യൂ HDCP സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട. അത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നതാണ് അവിടെ. അത് നമ്മളൊന്നും ചെയ്യേണ്ട. സെറ്റപ്പ് ഡിജിറ്റൽ ആഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വരുന്നത് HDTV എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലും കിടപ്പുണ്ട്. അതുപോലെ നമ്മുടെ ഓപ്ഷൻസ് മാറ്റി ട്യൂൺ ഓഫ് എന്ന് ആഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ TV-യിൽ വരുന്ന ഓഡിയോ മാറി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓഫായി കിട്ടും. പിന്നെ അഡ്ജസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈസ്, നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഈ കാണുന്ന സ്ക്രീൻ സൈസ് മാറ്റി നമുക്ക് ഇച്ചിരി കൂടെ സൂം ഔട്ട് ആക്കാം, സൂം ഇൻ ചെയ്യാം. അങ്ങനെയുള്ള സൈസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. റെസൊല്യൂഷനാണ് ഈ താഴെ കാണിക്കുന്നത്. ഇപ്പോൾ ഓരോ മോണിറ്റർ അല്ലെങ്കിൽ ഓരോ PC-യുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന റെസൊല്യൂഷൻ ആയിരിക്കും ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. അപ്പോൾ അത് ചേഞ്ച് വരണമെങ്കിൽ അല്ലെങ്കിൽ 1080 ഒക്കെ വരണമെങ്കിൽ അതിലും പെർഫോമൻസ്ഡ് ആയിട്ടുള്ള മദർ ബോർഡ്, പ്രൊസസ്സർ ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ 1080p കിട്ടും. അങ്ങനെയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1080p ആക്കാം. പക്ഷേ ഇതും 1080p ആക്കാം. പക്ഷേ നമ്മുടെ റെസൊല്യൂഷൻ അത്രയും നമ്മൾ കൂട്ടിയിടുമ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഔട്ട്പുട്ടിൽ കിട്ടുന്ന ടെസ്റ്ററിങ് അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായി പോവും. നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കില്ല. അതേപോലെ ആയിപ്പോവും. ഇപ്പോൾ നോർമലി CPU റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ കിടക്കണം. അത് നമ്മൾ ചേഞ്ച് വരുത്തണ്ട. HD ഡിസ്പ്ലേയിൽ ചിലപ്പം നമുക്ക് 1080p ആക്കാം. പക്ഷെ കോൺപാക്കിൽ നമുക്ക് 1080p ആക്കാൻ പറ്റില്ല. കാരണം കോൺപാക്കിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഏകദേശം 768 ആണ്. എന്ന് വെച്ചാൽ FHD-യെക്കാളും ഇച്ചിരി പിക്സൽ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. പിന്നെ വരുന്ന 1024 ആണ്. 1024 ഉണ്ട്. 1080 ആണ് മേളിൽ കിടക്കുന്നത്. ടോപ്പിൽ കിടക്കുന്ന 1080 ആണ്. നമുക്ക് 1080 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ചസ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നില്ല. ചേഞ്ചസ് ഉണ്ട്, ചെറിയൊരു രീതിയിൽ പിക്സൽ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മൊത്തത്തിൽ ചേഞ്ച് ആവണമെങ്കിൽ അതിൻ്റെ മെയിൻ സെറ്റിങ്സ് ചെന്നിട്ട് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പിക്സൽ സെൻസിറ്റിവിറ്റി നമ്മൾ ചേഞ്ച് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുമ്പം കണ്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അൾട്രാ HD വരെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ സ്ക്രീന് അപ്ലൈ കൊടുക്കുമ്പോൾ ചേഞ്ച് ആയി വരും. അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. കാര്യം നോർമലി അത് അപ്ലൈ കൊടുത്ത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഴയതിലോട്ട് റിവൈൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യില്ല. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് തന്നെയാണ്. ഇതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നും
ചെയ്യാനില്ല. ഇനി നോർമലി നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ സ്ക്രീൻ അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗെയിംസ്, കുറച്ച് ഗെയിംസ് ഞാൻ കാണിച്ചു തരാം. യൂറോ ട്രക്ക് സിമുലേറ്റർ 2 എന്നുള്ളൊരു ഗെയിം ഇത് റൺ ആവുന്നുണ്ട്. അതിനിപ്പോൾ ഇതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പി സിയിൽ റൺ ആവുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇനി ഈ പി സിയുടെ സെറ്റിങ്സിനകത്ത് ഞാനൊന്ന് കാണിക്കാം, ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഏത് പ്രോസസ്സറാണെന്നും എന്ന് കാണിച്ചു തരാം. അതിൽ സംശയം വേണ്ട, നമുക്ക് പ്രോസസ്സറൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, പെന്റിയം ഡുവൽ കോർ പ്രോസസ്സറാണ് വന്നിരിക്കുന്നത് നമ്മുടെ. അതിൽ 2.50 GHz ക്ലോക്ക് സ്പീഡ് വരുന്നത്. അതിൽ പ്രോസസ്സറിൻ്റെ മോഡലാണ് E52000. ഓക്കെ, ഇതാണ് പ്രോസസ്സറിൻ്റെ മോഡൽ. 6 GB ഇൻസ്റ്റാൾഡ് റാം ഉണ്ട്. അതിൽ തന്നെ വരുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ ബിറ്റ് റേറ്റ് കഴിയുന്നതും. അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വിൻഡോസ് 10 Pro N ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വേർഷൻ ഇത്രയാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ്. ഇനി ഗെയിം യൂറോ ട്രക്ക് സിമുലേറ്റർ 2 ഇതിനകത്ത് റൺ ചെയ്യുന്നുണ്ട്. പ്രീമിയർ പ്രോ റൺ ചെയ്യുന്നുണ്ട്. OBS ഇപ്പോൾ ഒബിയസ്ലി ഇവിടെ വർക്കിനാണ്. കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് OBSലാണ്. ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് OBS വർക്കിനാണ്. പിന്നെ നമ്മുടെ ടൂളിനകത്ത് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ഇപ്പോൾ ജുറാസിക് പാർക്ക് വേൾഡ് ഇപ്പോൾ പുതിയ കുറേ ഗെയിംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫസ്റ്റിൽ ഇറങ്ങിയൊരു വേർഷൻ എന്ന് പറയും, ഫസ്റ്റിലോ സെക്കൻഡിലോ അങ്ങോട്ട് ഇറങ്ങിയൊരു വേർഷൻ എന്ന് പറയും, അത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി ആണ്. ഫേഴ്സ് എന്ന് പറയുന്ന ഗെയിമാണ്. ടോം റൈഡർ നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ആണെങ്കിൽ സ്നൈപ്പർ റിലേറ്റ് എന്നുള്ള ഗെയിംസൊക്കെ ഇവിടെ റൺ ചെയ്യാം. കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ ജസ്റ്റ് ഒരു മെഷീനിൽ പോലെ അഫോർഡബിളായിട്ട് കാണിച്ചു തരാം. കോൾ ഓഫ് ഡ്യൂട്ടി ഈ ഒരു സാധനം മാത്രമേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ശല്യം ചെയ്യാറുള്ളൂ. അതൊന്ന് നോക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഗെയിം കാണിച്ചു തരണം. റെക്കോർഡിങ്ങിൽ അത് വരുന്നുണ്ടോ എന്ന് സൗണ്ട് കിട്ടുമായിരിക്കും. ഇതാണ് കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വെയർറേജ് എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതും ഇവിടെ റൺ ചെയ്യാൻ പറ്റും. ഈ പി സിയിൽ അതും റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ OBS ഞാനിവിടെ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടാണ്. ഇതാണ് OBS. ഞാനിത് മാറ്റി ഇപ്പുറത്ത് കൊണ്ടിട്ടു, സെക്കൻഡ് സ്ക്രീനിൽ കൊണ്ടിട്ടതാണ്. അപ്പം ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. കാര്യം നമ്മൾ OBS ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടി ടാസ്കിങ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഡ്യുവൽ സ്ക്രീൻ ഉണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. കാര്യം നമുക്കിപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒറ്റ സ്ക്രീനിൽ തന്നെ എല്ലാ ടൂൾസും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങ് അടുത്തടുത്ത് കിടക്കുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് വരും. കാര്യം ഇന്നത് എവിടെയാണ് അതാണ് കിടന്ന് ഇങ്ങനെ. പക്ഷെ നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്തിട്ട് അപ്പുറത്തെ ഡിസ്പ്ലേയിലോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സ്ക്രീനിൽ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ടൂൾസ് മാത്രം ഇട്ട് വലിയ സ്ക്രീനൊക്കെ ഇടാൻ പറ്റും. എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ സ്ക്രീന് ഔട്ട്പുട്ട് കാണിക്കുന്ന സ്ക്രീൻ ഇച്ചിരി വലുതാക്കിയിടാം. അപ്പോൾ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്താലും ആ ഒരു സ്ക്രീനിൻ്റെ സൈസിൽ നമുക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ട്. അവിടുത്തെ ഒരു കളർ ചേഞ്ചിങ് ഉണ്ടാകുന്നത് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇച്ചിരി ബെറ്റർ നമുക്കൊരു 3 സ്ക്രീൻ മോണിറ്റർ ആണെങ്കിൽ അതിലും ബെറ്ററാണ്, അല്ലെങ്കിൽ 4 സ്ക്രീൻ മോണിറ്റർ ആണെങ്കിൽ അതിലും ബെറ്ററാണ്. അപ്പം ഡിസ്പ്ലേ വരുന്ന അത്രയും ബെറ്ററാണ്. ഈ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഡുവൽ സ്ക്രീൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ ട്രിപ്പിൾ സ്ക്രീൻ ഡിസ്പ്ലേ ഇങ്ങനെയൊക്കെ വരുന്ന ഔട്ട്പുട്ടിൽ വരുന്നത് യൂസ് ചെയ്തിരിക്കുക. ഇനി നിങ്ങൾക്ക് പി സിയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ഗെയിംസ് കളിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഗെയിംസിൻ്റെ പരമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. നോർമലി അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നോർമലി ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു എപ്പിസോഡ് വൈസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.